ഇവിടെ അള്ളാഹു പറയുന്നു, നിങ്ങൾക്ക് ഞാൻ ഈ പറയുന്ന പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും പ്രാരാബ്ദങ്ങളും ഒക്കെ തരും. അതൊക്കെ നിനക്ക് നിന്റെ റബ്ബിൻ്റെ ഭാഗത്തു നിന്ന് വന്നുകൊണ്ടിരിക്കുമ്പോൾ അത് മനസ്സിലാക്കിയിട്ട് അവൻ ക്ഷമിച്ചാൽ, സഹിച്ചാൽ, ഉറച്ചു നിന്നാൽ അള്ളാഹ് സഹായിക്കും, അള്ളാഹ് സഹായിക്കും, അള്ളാഹ് സഹായിക്കും എന്ന വിശ്വാസത്തിൽ അവൻ ഉറച്ചു നിൽക്കാൻ സാധിച്ചാൽ, നബിയെ, അത്തരക്കാരായ ആളുകൾക്ക് താമസിയാതെ സന്തോഷമുണ്ടാകും എന്ന വർത്തമാനം അറിയിക്കണേ എന്നാണ്. സന്തോഷം ഉണ്ടാവും. എന്നാ ഉണ്ടാവുക? ഇന്നോ, നാളെയോ, അടുത്ത വർഷമോ? അങ്ങനെ ഉണ്ടല്ലോ. അം ഹസിബുതും അൻ തദ്ഖുലുൽ ജന്ന, അല്ലാഹു പറയാ, അം ഹസിബുതും അൻ തദ്ഖുലുൽ ജന്ന വലമ്മാ യഅതികും മസലുൽ ലദീന ഖലൗ മിൻ ഖബ്ലികും മസ്സതുഹുമുൽ ബഅസാഉ വദ്ദറാ وزلزلوا حتى يقول الرسول والذين آمنوا معه متى نصر الله وزلزلوا حتى يقول الرسول والذين آمنوا متى نصر الله. നമ്മൾ മാത്രമല്ല ഇങ്ങനെ ചോദിക്കുന്നതും ചിന്തിക്കുന്നതും വെപ്രാളം പിടിക്കുന്നതും. അള്ളാഹു പറയാണ്, നിങ്ങൾക്ക് മുമ്പ് സ്വർഗം നേടാൻ ആഗ്രഹിച്ചുകൊണ്ട് ഈ മാർഗത്തിൽ അധ്വാനിച്ച ആളുകളെ കുറിച്ചിട്ട് നിങ്ങൾ കേട്ടിട്ടില്ലേ, പഠിച്ചിട്ടില്ലേ? അവർക്ക് പലജാതി പ്രയാസങ്ങളും വന്നു. മസ്സത്തുഹുമുൽ ബഅസാഉ വദ്ദറാ വസുൽസിലു, പലപ്പോഴും അവരുടെ കാലുകൾ വറവറച്ചു പോയി, പതറിപ്പോയി, ആടിപ്പോയി. എന്നിട്ട് അവർ ചോദിച്ചു. ആരാ ചോദിച്ചത്? ഹത്താ യഖൂല റസൂൽ, നബിമാര് പോലും ചോദിച്ചു. നബിമാര് പോലും. വല്ലദീന ആമനു മഅ, ആ നബിമാരോടൊപ്പം വിശ്വാസികളായി ഒപ്പം ചേർന്നിരുന്ന അവരുടെ സതീർത്ഥ്യർ, അവരെ കൂട്ടാളികൾ, സഹാബാക്കൾ എന്ന് പറയുന്നില്ലേ, അങ്ങനത്തെ നബിമാരും നബിമാരുടെ കൂട്ടുകാർ പോലും ചോദിച്ചു പോയിട്ടുണ്ട്. ജീവിത പ്രയാസത്തിൻ്റെ നടുക്കയത്തിൽ ഇങ്ങനെ മുങ്ങിത്താഴുമ്പോൾ, മതാ നസ്റുല്ലാഹ്, മതാ നസ്റുല്ലാഹ്, ഇനി എന്നാ പടച്ചോ സഹായിക്കുക, അല്ലേ? മതാ നസ്റുല്ലാഹ്, ഇനി എപ്പോഴാണ് അള്ളാഹുവിൻ്റെ സഹായം വരിക? അള്ളാഹു പറയുന്നു, അലാ ഇന്ന നസ്റല്ലാഹി ഖരീബ്, ഇന്ന നസ്റ, പേടിക്കൊന്നും വേണ്ട, ധൃതി കാണിക്കണ്ട, ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങളുടെ രക്ഷിതാവ് നിങ്ങളെ സഹായിക്കുക തന്നെ ചെയ്യും. അല ഇന്ന നസ്റല്ലാഹി ഖരീബ്. പ്രിയപ്പെട്ടവരെ, റമദാൻ മാസത്തിൽ നമ്മൾ പശ്ചാത്താപത്തിൻ്റെ മാസമായി കാണുകയാണ്. റമദാൻ മാസത്തിൽ നമ്മൾ ഇസ്തിഗ്ഫാറിനെ വർദ്ധിപ്പിക്കുകയാണ്. റമദാൻ മാസത്തിൽ നമ്മൾ തൗബ വർദ്ധിപ്പിക്കുകയാണ്. അള്ളാഹു നമ്മുടെ ഒക്കെ പാപകർമ്മങ്ങളെ മാപ്പാക്കി തരുമാറാകട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു ഹദീസ് ഇപ്രകാരം വരുന്നുണ്ട്, ഇന്ന മിനദ്ദുനൂബി ലദംബൻ ലാ യുകഫിറുഹല്ലാഹു ഇല്ലാ ബിഹമ്മിൽ മഈഷ്. പാപകർമ്മങ്ങളുടെ കൂട്ടത്തിൽ ചില പാപകർമ്മങ്ങളുണ്ട്, ലാ യുകഫിറുഹല്ലാഹു ഇല്ലാ ബിഹമ്മിൽ മഈഷ്, അതിനെ പൊറുപ്പിക്കാൻ, അതിനെ മായ്ച്ചു കളയാൻ ജീവിത പ്രയാസങ്ങളെ കൊണ്ടല്ലാതെ സാധിക്കുകയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി. ചില പാപങ്ങൾ ഇസ്തിഗ്ഫാർ കൊണ്ട് പൊറുക്കപ്പെടും, ചില പാപങ്ങൾ തൗബ കൊണ്ട് പൊറുക്കപ്പെടും, ചില പാപങ്ങൾ നമ്മൾ ചെയ്യുന്ന അമലുകളുടെ പേരിൽ പൊറുക്കപ്പെടും. ഒരാൾ ഒളു നിർവഹിച്ചു, ഒളുവിൻ്റെ വെള്ളത്തോടൊപ്പം അവൻ്റെ ചെറിയ പാപങ്ങളൊക്കെ പൊറുക്കപ്പെടുമെന്ന് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇങ്ങനെ ചെറിയ ചെറിയ അമലുകളിലൂടെ അള്ളാഹു നമ്മുടെ പാപകർമ്മങ്ങളെ മാപ്പാക്കി തരും. എന്നാൽ ചില കൂടിയ പാവങ്ങളുണ്ട്, മലയാള ഭാഷയെ പറഞ്ഞ ചില കൂടിയ പാവങ്ങൾ, കുറച്ച് കടുപ്പമുള്ള പാവങ്ങൾ, ചില കടുപ്പമുള്ള പാവങ്ങൾ. ആ പാവങ്ങൾ, തെറ്റുകുറ്റങ്ങൾ പൊറുപ്പിക്കപ്പെടാൻ അവൻ്റെ തൗബയും ഇസ്തിഗ്ഫാറും അമലും ഒന്നും മതിയാവുകയില്ല. മറിച്ച് ഇല്ല ബിഹമ്മിൽ മഈഷ്, ജീവിത പ്രയാസങ്ങളെ കൊണ്ടാണ് അള്ളാഹു അത് മാപ്പാക്കി കൊടുക്കുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു. അപ്പം നമ്മളുടെ ജീവിത പ്രയാസം, പ്രിയപ്പെട്ടവരെ, നമുക്ക് നമ്മുടെ രക്ഷിതാവ് തരുന്നത് നമ്മളോട് വെറുപ്പുള്ളത് കൊണ്ടൊന്നുമല്ല, നമ്മളോട് ദേഷ്യമുള്ളത് കൊണ്ടൊന്നുമല്ല, പിന്നെയോ നമ്മുടെ കറകളെ കഴുകിക്കളയാനാണ്, പാപങ്ങളെ തൊട്ട് നമ്മളെ ശുദ്ധരാക്കാനാണ്, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ദർജകൾ വർദ്ധിപ്പിക്കാനാണ്. അള്ളാഹുവിൻ്റെ അടുക്കൽ നമുക്ക് വേണ്ടി നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന സ്വീകാര്യതയിലേക്ക് നമ്മളെ കൈപിടിച്ച് ആനയിക്കാൻ വേണ്ടിയിട്ടാണ്. ഒരിക്കലും നമ്മൾ അപ്രകാരം നിരാശപ്പെടരുത്. വബശ്ശിരിസ് സാബിരീൻ, വബശ്ശിരിസ് സാബിരീൻ, ഫസ്ബിർ ലിഹുക്മി റബ്ബിക വലാ തുതിഅ മിൻഹും ആസിമൻ ഔ കഫൂറാ, ഫസ്ബിർ ലിഹുക്മി റബ്ബിക വലാ തുതിഅ മിൻഹും ആസിമൻ ഔ കഫൂറാ واذكر اسم ربك بكرة وأصيلا ومن الليل فاسجد له وسبحه ليلا طويلا إن هؤلاء يحبون العاجلة ويذرون وراءهم يوما ثقيلا إن هؤلاء يحبون العاجلة. ഈ കാണുന്ന ജനങ്ങൾ
എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ അധിക അടിമകളെയും സൂചിപ്പിച്ചുകൊണ്ട് അള്ളാഹു പറയുന്നു, ഇന്ന ഹൗലാഇ യുഹിബ്ബൂനൽ ആജില. പെട്ടെന്ന് അവരുടെ മുമ്പിൽ കിട്ടുന്ന സുഖവും സന്തോഷവും ദുഃഖവും വിഷമവും ഒക്കെ നോക്കിയിട്ടാണ് അവർ ജീവിതത്തെ വിലയിരുത്തുന്നത്. അങ്ങനെ ആകണ്ട. യുഹിബ്ബൂനൽ ആജില വയദറൂന വറാഅഹും യൗമൻ സഖീല. അതിൻ്റെ പിന്നിൽ വലിയ പ്രയാസവും ബുദ്ധിമുട്ടും ഭാരവും ഒക്കെയുള്ള ഒരു അവസ്ഥ വരാൻ പോകുന്നുണ്ട്, ഒരു ദിവസം വരാൻ പോകുന്നുണ്ട്, ചില തീരുമാനങ്ങൾ വരാൻ പോകുന്നുണ്ട്. അതിനൊക്കെ മറന്നിട്ട് ഇപ്പം ഞാൻ ചോദിച്ചത് ഇപ്പം തന്നെ കിട്ടണമെന്നുള്ളൊരു നിർബന്ധ ബുദ്ധിയുണ്ട് എനിക്കും നിങ്ങൾക്കും ഒക്കെ. മോക്ക് സുഖമില്ലാതെയായി, കുറേ നേരം നമ്മൾ കരഞ്ഞ് ദ്വാ ചെയ്തു, കുറച്ച് സദഖയൊക്കെ കൊടുത്തു, ഓടി വന്നിട്ട് ചോദിക്കുക എങ്ങനെയുണ്ട്, കുറവുണ്ടോ? കുറവില്ല. അപ്പം മനസ്സിനൊരു വിഷമം, എന്താ പടച്ചോനെ ഞാൻ ദ്വാരന്നിട്ട് എൻ്റെ മോടെ സോക്കട് മാറാത്തത്. അള്ളാഹു എനിക്ക് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ തൗഫീഖ് തരുമാറാകട്ടെ. ഇന്ന ഹൗലാഇ യുഹിബ്ബൂനൽ ആജില വയദറൂന വറാഅഹും യൗമൻ സഖീല. നീ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഈ പ്രയാസത്തിൽ നിന്നും നിന്നെ മോചിപ്പിക്കുക എന്നത് നിന്റെ ആശയാണ്, ആവശ്യമാണ്, പ്രാർത്ഥനയാണ്. പക്ഷേ ആ പ്രയാസത്തിലൂടെ നിന്നെ ഒന്ന് കഴുകി വൃത്തിയാക്കി കടഞ്ഞെടുത്ത് നിനക്കൊരു ഉയർന്ന ദറജ തരാൻ നിന്റെ രക്ഷിതാവ് തീരുമാനിച്ചിട്ടുണ്ട്. ആ തീരുമാനമാണ് ഇവിടെ നടപ്പിലാകേണ്ടത്. നിന്റെ ആശ പൂർണ്ണമായ നിലയിൽ നടപ്പിലാകുന്ന ലോകം ഇതല്ല, അത് വരാൻ പോകുന്ന ഒരു ലോകം. അന്ന് നീ ആശിക്കുന്നതൊക്കെ നടക്കും. ശരിക്കും ശ്രദ്ധിക്കണം. അള്ളാഹു മനസ്സിലാക്കാൻ നമുക്ക് തൗഫീഖ് തരുമാറാകട്ടെ. ഒരു ലോകം വരാൻ പോകുന്നുണ്ട്. വയദറൂന വറാഅഹും യൗമൻ സഖീല. ആ ദിവസത്തിൽ, ആ ലോകത്ത് നീ ആശിക്കുന്നതെല്ലാം നടക്കും. നീ എന്താശിക്കുന്നു അതൊക്കെ നടക്കും. ലഹും ഫീഹാ മാ യശാഊന ഖാലിദീൻ. ലഹും ഫീഹാ മാ യശാഊന ഖാലിദീൻ. നീ ആശിക്കുന്നതെല്ലാം ലഭിക്കും, അത് നിരന്തരമായി ലഭിക്കും. നമ്മളൊരു ദ്വാരന്നു മോളെ മംഗലം കഴിയണേ എന്നാണ് കുറേ കാലം നമ്മൾ ദ്വാ ചെയ്തത്. അൽഹംദുലില്ലാ മംഗലം കഴിഞ്ഞു. മംഗലം കഴിഞ്ഞപ്പോൾ പിന്നെ കുറേ കടവും കഷ്ടപ്പെടും. പിന്നെ കാണുമ്പോൾ ഒക്കെ മംഗലം കഴിഞ്ഞു, പക്ഷെ കുറേ കടം കയറിപ്പോയി, ലോൺ എടുത്തുപോയി, ജപ്തി ഓർഡർ ആയിപ്പോയി, ദ്വാരക്കണേ ദ്വാര. പിന്നെ അതിനാ ദ്വാ. കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ പിന്നെ മംഗലം കഴിഞ്ഞ് 5-8 കൊല്ലമായി, ഒരു കുഞ്ഞായില്ല. കുഞ്ഞിന് വേണ്ടി ദ്വാരക്ക. ഞാൻ പറയുന്നതൊക്കെ ശ്രദ്ധിച്ച് കേൾക്കണേ, വെറുതെ അല്ല, അനുഭവത്തിലൂടെ നമ്മുടെ ഹൃദയത്തിൽ ഈമാൻ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള വർത്താന, അല്ലാതെ പ്രഭാഷണമല്ല ഇത്. അങ്ങനെ ചിന്തിക്കേ വേണ്ട ആരും, ഒരു പ്രഭാഷണമല്ല. അള്ളാഹു മനസ്സിലാക്കാൻ നമുക്ക് തൗഫീഖ് തരുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, അത് കഴിയുമ്പോൾ പിന്നെ നമ്മുടെ വെപ്രാളം എന്താ, ബേജാറെന്താ? കുഞ്ഞിന് സുഖമില്ല, തള്ളയ്ക്ക് സുഖമില്ല, എനിക്ക് സുഖമില്ല, രോഗങ്ങൾ, വിഷമങ്ങൾ. നല്ല നിലയിൽ ഉഷാറായി വരികയായിരുന്നു. പെട്ടെന്നൊരു ആക്സിഡൻറ്റ് സംഭവിച്ചു, ഇൻസിഡൻറ്റ് സംഭവിച്ചു, പലതും സ്വാഭാവികമാണ്. ഇങ്ങനെയൊക്കെ സംഭവിക്കാം. ഇതൊക്കെ നിനക്ക് വേണ്ടി നിശ്ചയിച്ചിരിക്കുന്ന നിന്റെ രക്ഷിതാവ്, നീ ഉറച്ചു നിന്ന് നേരായ വഴിയിൽ സഞ്ചരിക്കുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ നിനക്ക് വേണ്ടി അത് സ്വർഗം പണിയാനാണ് അള്ളാഹു അങ്ങനെയൊക്കെ നിശ്ചയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഫസ്ബിർ ലിഹുക്മി റബ്ബിക വലാ തുതിഅ മിൻഹും ആസിമൻ ഔ കഫൂറ. ഫസ്ബിർ ലിഹുക്മി റബ്ബിക വലാ തുതിഅ മിൻഹും ആസിമൻ ഔ കഫൂറ. ഫസ്ബിർ ലിഹുക്മി റബ്ബിക വലാ തുതിഅ മിൻഹും ആസിമൻ ഔ കഫൂറ. നിന്റെ രക്ഷിതാവിൻ്റെ കൽപ്പനയ്ക്ക് മുമ്പിൽ, ഫസ്ബിർ ലിഹുക്മി റബ്ബിക, അവൻ്റെ തീരുമാനത്തിൻ്റെ മുമ്പിൽ, അവൻ തീരുമാനിക്കുന്ന സംഗതികളുടെ കാര്യത്തിൽ നീ സബർ ചെയ്യണം, ക്ഷമിക്കണം. അതിൻ്റെ പേരിൽ നീ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും മാറരുത്. 2 സാധ്യതയാണ് സാധാരണഗതിയിൽ നമുക്ക് വിഷമങ്ങൾ വരുമ്പോൾ ഉണ്ടാകുന്നത്. 2 സാധ്യതയാണ്. ഒന്ന്, ഇത് അള്ളാഹുവിൻ്റെ നിശ്ചയം. അല്ലദീന ഇദാ അസാബതുഹും മുസീബ, അല്ലദീന ഇദാ അസാബതുഹും മുസീബ ഖാലൂ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഒരു വിഭാഗം, ഒരു കൂട്ടർ, ഒരു സാധ്യത എന്ന് പറയുന്നത്, ഇതാ അസാബത്തുഹും മുസീബത്തുൻ, എന്തെങ്കിലും ഒരു മുസീബത്ത് വന്നു പെട്ടുപോയാൽ അവർക്ക് ബോധ്യമാകും, അവർക്ക് മനസ്സിലാകും, ഇത് എൻ്റെ റബ്ബ് തീരുമാനിച്ചതാണ്, എൻ്റെ റബ്ബ് നിശ്ചയിച്ചതാണ്. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ നിശ്ചയത്തിൽ എനിക്ക് ഉറച്ച വിശ്വാസവും ആശ്വാസവും ഉണ്ട്. കാരണം ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ, ഞങ്ങൾ അവനുള്ളതല്ലേ, അവൻ സൃഷ്ടിച്ചു, അവൻ സംരക്ഷിച്ചു, അവൻ തന്നു, അവൻ എനിക്ക് 2 കണ്ണും തന്നു. കുറേ കാലം ഞാൻ അതുകൊണ്ട് കണ്ടു. ഇപ്പം ചെറിയൊരു രോഗം വന്നു. ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ ഒരു സഹോദരൻ കൈ പിടിച്ചിട്ട് പറഞ്ഞു, ഓപ്പറേഷൻ കഴിഞ്ഞ് വരികയാണ്, കണ്ണിന് സോക്കേട്. അള്ളാഹു നമ്മുടെ ഒക്കെ ആരോഗ്യം നിലനിർത്തി തരുമാറാകട്ടെ, രോഗങ്ങളെ മാറ്റി തരുമാറാകട്ടെ, വിഷമങ്ങളെ തീർത്ത് തരുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, 2 കണ്ണുകൾ അള്ളാഹു തന്നു. കുറച്ചു കാലം നമ്മളതുകൊണ്ട് കണ്ടു. ഇടയ്ക്കൊരു രോഗം വന്നു. ആ രോഗത്തിൻ്റെ പേരിൽ പടച്ചവൻ നമ്മളെ ഒന്ന് പരിശോധിച്ചു, പരീക്ഷിച്ചു. നമ്മൾ മനസ്സിലാക്കണം, പടച്ചവനെ നീ തന്ന 2 കണ്ണുകൾ. ഉർവത്ത് ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു അവറുകൾക്ക് തൻ്റെ 2 കാലുകൾ 2 കാലിൽ നിന്നും ഒരു കാല് നഷ്ടപ്പെട്ടു. ആ കാല് മുറിച്ചു മാറ്റേണ്ടി വന്നു. ഒരു കാല് മുറിച്ചു മാറ്റേണ്ടി വന്നു.
ഒരു കാല് മുറിച്ചു മാറ്റുമ്പോൾ നമ്മൾ എന്താ വിചാരിക്കുക? എൻ്റെ ഒരു സഹോദരനുണ്ട് മലപ്പുറം ജില്ലയിൽ, അദ്ദേഹത്തിൻ്റെ ഒരു കാല് മുറിച്ചു മാറ്റാൻ നിർബന്ധിതനായി. ഇപ്പോഴത്തെ നമ്മളുടെ കോമൺ ആയിട്ടുള്ള രോഗമുണ്ടല്ലോ, നമ്മളെല്ലാവരെയും കൊണ്ടുപോകുന്ന, നമ്മളെയും കൊണ്ടേ പോകുമെന്ന് പറയുന്ന ഷുഗർ കൂടിയപ്പോൾ അദ്ദേഹം അറിയാതെ കാല് നിശ്ചലമായി. അതിൻ്റെ പഴുപ്പ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വ്യാപിക്കാൻ സാധ്യതയുള്ളതുകൊണ്ട് ആ കാല് മുറിച്ചു മാറ്റണമെന്ന് ഡോക്ടർമാർ തീരുമാനിച്ചപ്പോൾ അദ്ദേഹം അതിന് സമ്മതിച്ചില്ല. അങ്ങനെ നമ്മളൊക്കെ പറഞ്ഞ് കൺവീൻസ് ചെയ്ത് അദ്ദേഹത്തിൻ്റെ കാല് മുറിച്ചു മാറ്റി. പ്രിയപ്പെട്ടവരെ, മുറിച്ചു മാറ്റിയതിൻ്റെ വിഷമവും പ്രയാസവും എത്രത്തോളം അദ്ദേഹം അനുഭവിച്ചുവെന്ന് നമുക്ക് ബോധ്യപ്പെടാനുള്ള ഒരു ഉദാഹരണം ഞാൻ പറയാം. മുറിച്ചു മാറ്റി ബോധമൊക്കെ വന്ന് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അദ്ദേഹം റൂമിൽ വന്നിട്ട് തൻ്റെ വലത്തെ കാലൊന്ന് പൊക്കാൻ നോക്കിയപ്പോൾ കാലില്ല. അദ്ദേഹത്തിന് ടക്ക് എന്നൊരു ശബ്ദത്തോടു കൂടി ഹൃദയാഘാതമുണ്ടായി, അറ്റാക്ക് ഉണ്ടായി. കാരണം മനുഷ്യൻ, അള്ളാഹു നമുക്കൊക്കെ ആഫിയത്ത് തരുമാറാകട്ടെ, ആവോളം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന, ആസ്വദിച്ചുകൊണ്ടിരിക്കുന്ന ഇത്തരം അനുഭൂതികൾ, അനുഗ്രഹങ്ങൾ, നിഅമത്തുകൾ അതില്ലാതാകുമ്പോഴാണ് അതിൻ്റെ വേദന തിരിയുക. അതില്ലാതാകുമ്പോഴാണ് ഇത്രയും കാലം സുഖകരമായ നിലയിൽ ഉപയോഗിച്ചിരുന്ന ഈ അവയവത്തെ എൻ്റെ റബ്ബ് എനിക്ക് തന്നതാണ്, അത് തിരിച്ചെടുത്തപ്പോൾ എനിക്കത് താങ്ങാൻ കഴിയുന്നില്ല. അള്ളാഹു നമുക്കൊക്കെ ആഫിയത്ത് നിലനിർത്തി തരുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, മഹാനായ അദ്ദേഹത്തിൻ്റെ ഒരു കാല് മുറിച്ചു മാറ്റിയപ്പോൾ ഇതുപോലെ എല്ലാ മനുഷ്യ മനസ്സുകൾക്കും ഉണ്ടാകുന്ന നൈരാശ്യവും വേദനയും വിഷമവും ഒക്കെ സ്വാഭാവികമല്ലേ. അദ്ദേഹം ആ മുറിച്ചു മാറ്റിയ കാല് മുമ്പിൽ വെച്ചിട്ട് അള്ളാഹുവിനെ സ്തുതിച്ചു, വാഴ്ത്തി, അള്ളാഹുവിനോട് ദുആ ചെയ്തു. എന്നിട്ട് പടച്ചവനോട് പടച്ചവനെ, നീ എനിക്ക് 2 കാല് തന്നിട്ട് 1 കാലല്ലേ നീ തിരിച്ചെടുത്തുള്ളൂ. നീ എത്ര വലിയ കാരുണ്യവാനാണ് റബ്ബേ, നീ എത്ര വലിയ കാരുണ്യവാനാ റബ്ബേ. 2 കാലുകൾ ഇത്രയും കാലം തന്നു, ഞാൻ അതുകൊണ്ട് സുഖിച്ച് ജീവിച്ചു. അവസാനം ആ 2ഉം തിരിച്ചെടുത്തില്ലല്ലോ, 1 കാലല്ലേ നീ എടുത്തുള്ളൂ, 1 കാല് ഇപ്പോഴും എനിക്ക് ബാക്കി തന്നല്ലോ. വലാ തുത്ഇ മിൻഹും ആസിമൻ ഔ കഫുറ എന്ന് പറയുന്ന വചനത്തിൽ നമ്മൾ പഠിക്കേണ്ട ഒരു വിഷയം, അതായത് പ്രിയപ്പെട്ടവരെ, 2 തരത്തിലാണ് മനുഷ്യൻ തൻ്റെ പ്രയാസങ്ങളിലും പ്രാരാബ്ദങ്ങളിലും ചെന്നെത്തുക. ഒന്ന്, എനിക്കിതെൻ്റെ റബ്ബ് തന്നതാണ്, ഇന്നാ ലില്ലാഹ് വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറയുക എന്നുള്ള അർത്ഥത്തിലല്ല, ആ ദുആ പറയണം എന്നുള്ള അർത്ഥത്തിലല്ല. ആ വിശ്വാസം, ആ സമാധാനം, ആ ആശ്വാസം തൻ്റെ ഹൃദയത്തിൽ ഉറപ്പിക്കാൻ ഒരു മനുഷ്യന് സാധിക്കണം. വബശ്ശിരി സ്വാബിരീൻ, അവനാണ് ഈ സന്തോഷ വാർത്ത ലഭിക്കുന്നത്. അഥവാ അങ്ങനെ ഒരു മാനസികാവസ്ഥയിലേക്ക്, ഒരു നയത്തിലേക്ക്, ഒരു തീരുമാനത്തിലേക്ക് പ്രതിസന്ധി ഘട്ടത്തിൽ ചെന്നെത്താൻ നമുക്ക് സാധിക്കുമെങ്കിൽ ഉലൈക അലൈഹിം സ്വലവാത്തും മിർ റബ്ബിഹിം വറഹ്മ വഉലൈക ഹുമുൽ മുഹ്തദൂൻ. ഉലൈക അലൈഹിം സ്വലവാത്തും മിർ റബ്ബിഹിം വറഹ്മ. അല്ലാഹു പറയാ, അങ്ങനെ തീരുമാനിക്കുകയും അങ്ങനെ തിരിച്ചറിയുകയും ചെയ്യുന്ന നല്ല അടിമകളുണ്ടല്ലോ, അവരാണ് ഭാഗ്യവാന്മാർ. അവർക്ക് ഉലൈക അലൈഹിം സ്വലവാത്തും മിർ റബ്ബിഹിം വറഹ്മ, നിന്റെ റബ്ബിൻ്റെ ഭാഗത്തു നിന്നുള്ള അനുഗ്രഹങ്ങളും റഹ്മത്തും സലവാത്തും ഒക്കെ ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടേയിരിക്കും. നമുക്ക് മനസ്സിലാവൂല എന്ന് മാത്രമേ ഉള്ളൂ. നമുക്കെന്തെങ്കിലും ഒരു അപകടം സംഭവിച്ചാൽ, വിഷമം സംഭവിച്ചാൽ, ബുദ്ധിമുട്ടുകൾ സംഭവിച്ചാൽ നമ്മളുടെ സുഹൃത്തുക്കളും ബന്ധുക്കളും ഒക്കെ വന്ന് നമ്മുടെ തോളിൽ തട്ടിയിട്ട് ആശ്വസിപ്പിക്കാറില്ലേ? സമാധാന വാക്കുകൾ പറയാറില്ലേ? അങ്ങനെ ആശ്വസിപ്പിക്കുന്നതും സമാധാന വാക്ക് പറയുന്നതും ഇസ്ലാമികമായ നിലയിൽ വലിയ പുണ്യകർമ്മമാണല്ലോ. പ്രിയപ്പെട്ടവരെ, നമ്മളുടെ വീടുകളിലേക്കോ നമ്മളെ സമീപിച്ചുകൊണ്ടോ തോളിൽ തട്ടി ആശ്വാസവാക്കുകൾ പറയുന്ന ആളുകളെ നമുക്ക് കാണാൻ കഴിയും, അവരുടെ വചനങ്ങൾ നമുക്ക് കേൾക്കാൻ കഴിയും. എന്നാൽ ഒരു മുഅ്മിൻ അവൻ്റെ ഹൃദയത്തിൽ ഈ പറയുന്ന ഈമാനിനെ ശക്തമായ നിലയിൽ സൂക്ഷിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ, സബർ കാത്തു സൂക്ഷിക്കാൻ അവന് സാധിക്കുന്നുണ്ടെങ്കിൽ, ഉലൈക അലൈഹിം സ്വലവാത്തും മിർ റബ്ബിഹിം വറഹ്മ, നമ്മളെ അരികിലേക്ക് അണച്ചു ചേർത്തുകൊണ്ട് ആശ്വാസത്തിൻ്റെ വാക്കുകൾ പറയുന്ന ഉറ്റവരെയും ഉടയവരെക്കാളും ഉപരിയായ നിലയിൽ നിങ്ങളുടെ രക്ഷിതാവ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് സ്വലവാത്തും മിർ റബ്ബിഹിം വറഹ്മ. അതെന്താ മനസ്സിലാക്കാത്തത്? സ്വലവാത്തും മിർ റബ്ബിഹിം വറഹ്മ. നിങ്ങളുടെ റബ്ബ് നിങ്ങൾക്ക് ഇങ്ങനെ ആശ്വാസവാക്കുകൾ പകരും, സമാധാന വാക്കുകൾ പകരും. അടിമേ, ബേജാറൊന്നും ആവണ്ട കേട്ടോ, ഞാൻ നിന്നെ കൈയൊഴിഞ്ഞിട്ടൊന്നുമില്ല കേട്ടോ, എനിക്ക് നിന്നെ ഇഷ്ടമല്ലാത്തത് കൊണ്ടൊന്നും അല്ല കേട്ടോ, ഞാൻ നിന്നെ പരീക്ഷിക്കുന്നതിൻ്റെ പേരിൽ നീ എന്നോട് വെറുപ്പൊന്നും വിചാരിക്കണ്ട. ഞാൻ ഇന്ന് കുറച്ച് പരീക്ഷിച്ചാലും നാളെ നിന്നെ സഹായിക്കാൻ തീരുമാനിച്ചത് കൊണ്ടാണ് ഞാൻ പരീക്ഷിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ നമ്മൾ കേൾക്കാത്ത ഭാഷയിൽ നമ്മുടെ രക്ഷിതാവ് ആശ്വാസത്തിൻ്റെ വാക്കുകളെ കൊണ്ട് നമ്മളെ സമാധാനിപ്പിക്കുമെന്ന് ഖുർആൻ പറയാണ്. വല്ലൈലി ഇദാ സജ
മാ വദ്ദഅക റബ്ബുക വമാ ഖലാ. ഖുർആനിൽ എന്തിനാ പ്രിയപ്പെട്ടവരെ ഇങ്ങനത്തെ കുറേ സൂറത്തുകളൊക്കെ നമ്മളെ ഓതിക്കേൾപ്പിക്കുന്നത്? എന്തിനാണ് ഈ ചരിത്രങ്ങളൊക്കെ നമ്മളെ പഠിപ്പിക്കുന്നത്? തറാവി നമസ്കാരത്തിൽ ഓതി കൂലി വാങ്ങാൻ വേണ്ടി മാത്രമല്ല, റമദാൻ ആയാൽ ഖുർആൻ പാരായണത്തിലൂടെ പ്രതിഫലം സിദ്ധിക്കാൻ വേണ്ടി മാത്രമല്ല. ഖുർആനിൻ്റെ ഈ വിശുദ്ധ വാക്യങ്ങൾ നമ്മുടെ രക്ഷിതാവ് നമുക്ക് നൽകുന്ന സമാധാനത്തിൻ്റെ വരികളാണ്, ആശ്വാസത്തിൻ്റെ വാക്കുകളാണ്. വല്ലുഹ വല്ലുഹ വല്ലൈലി ഇദാ സജാ. വല്ലുഹ പകലിനെ തന്നെയാണ് സത്യം, ദുഹാ സമയത്തെ തന്നെയാണ് സത്യം. വല്ലൈലി ഇദാ സജാ അതുപോലെ രാത്രി ഇരുൾ മുറ്റുമ്പോൾ ആ അസ്വസ്ഥതയുടെ, നിശബ്ദതയുടെ, ഏകാന്തതയുടെ സമയത്തെ തന്നെയാണ്. ഇതിനതൊക്കെ ഇങ്ങനെ പറയുന്നത്? ഞാൻ എൻ്റെ പ്രിയപ്പെട്ട ആളുകൾ മരണപ്പെട്ടതിന് ശേഷം അനുഭവിച്ച ഈ വാക്കുകളുടെ അർത്ഥമുണ്ട്. ആദ്യം മരിച്ച വീട്ടിൽ എല്ലാവരും വരും. മയ്യത്തെടുക്കുന്നത് വരെ ഭയങ്കര തിരക്കായിരിക്കും. മയ്യത്തൊക്കെ എടുത്ത് പോയി കഴിഞ്ഞാൽ അത് കുറച്ച് കുറയും, അധികം ഇറങ്ങു പോവും. മയ്യത്തൊക്കെ അടക്കിയിട്ട് കുറച്ച് കൂടുതൽ അടുത്ത ബന്ധുക്കൾ നമ്മുടെ വീട്ടിലേക്ക് മടങ്ങി വരും, അല്ലേ? അങ്ങനെയാണല്ലോ, മടങ്ങി വരും. അവർ നമ്മളുടെ കൂട്ടത്തിൽ ചിലപ്പം ഒരു നേരത്തെ ഭക്ഷണത്തിനോ ചിലപ്പോൾ അന്നത്തെ രാത്രിയോ ഒപ്പം താമസിക്കും. അടുത്ത പകലാവുമ്പോഴേക്ക് വീണ്ടും എണ്ണം കുറയും. കുറേ ആളങ്ങ് പോയില്ലേ. അടുത്ത പകലാവുമ്പോഴേക്ക് വീണ്ടും നമ്മുടെ നാടിൻ്റെ രീതി അനുസരിച്ചിട്ട് തഅ്സിയത്തിൻ്റെ 3 ദിവസം കഴിയുമ്പോൾ ആ മരിച്ച വീട് കാലിയാവും, എല്ലാവരും അങ്ങ് പോവും. പിന്നെ വീട്ടിലുള്ളവർ മാത്രം ഒറ്റപ്പെടും. ഒറ്റപ്പെടുമ്പോൾ സ്വാഭാവികമായും മരിച്ചുപോയത് തൻ്റെ പ്രിയപ്പെട്ട ഭർത്താവാണെങ്കിൽ ഭാര്യ അദ്ദേഹത്തോടൊപ്പം കിടന്നിരുന്ന ആ കട്ടിലിൽ പോയി ഇങ്ങനെ ഇരിക്കുമ്പോൾ എല്ലാവരും ആശ്വാസവാക്കുകളൊക്കെ പറഞ്ഞു. രാത്രി ഇരുളുമുറ്റുമ്പോൾ മനസ്സിൻ്റെ ഉള്ളിലേക്ക് കടന്നു വരുന്ന കുറേ ബേജാറുകളില്ലേ, ബേജാറുകളില്ലേ. രാത്രി എങ്ങനെങ്കിലുമൊക്കെ ഉറക്കമില്ലാത്ത രാവായി തിരിഞ്ഞും മറിഞ്ഞും ഒക്കെ വാപ്പയ്ക്ക് വേണ്ടിയിട്ട് മക്കളും ഭർത്താവിന് വേണ്ടി ഭാര്യയുമൊക്കെ കരഞ്ഞു കഴിഞ്ഞുകൂടി നേരം വെളുത്തപ്പോൾ ഇരുളു മാറി, വെളിച്ചം വന്നു, പകലായി. വാതിലുകൾ തുറന്നു, പുറത്തേക്ക് ഇറങ്ങാൻ നോക്കൂ. പടച്ചവനെ, ഇന്നലെ വരെ ഈ വീട്ടിൽ നിന്നും ഞങ്ങളെ എഴുന്നേൽപ്പിക്കുകയും ഞങ്ങൾക്ക് ഉപദേശം തരികയും ഞങ്ങൾക്ക് നേതൃത്വം നൽകുകയും ഒക്കെ ചെയ്ത നമ്മളെ വാപ്പയുടെ പോയി. പ്രിയപ്പെട്ടവരെ, സ്വാഭാവികമായും രാത്രിയുടെ ഏകാന്തതയിൽ, നിശബ്ദതയിൽ ഒറ്റയ്ക്കിരുന്ന് ദുഃഖിക്കുന്ന മനുഷ്യനോട്, പകലിൻ്റെ ആ സജീവതയിൽ നഷ്ടപ്പെട്ടു പോയ ആളുകളെക്കുറിച്ചിട്ട്, ഉറ്റവരെക്കുറിച്ചിട്ട് വേദനിക്കുന്ന ആളുകളോട് ഇങ്ങനെ പകലിൽ നമ്മൾ അനുഭവിക്കുന്ന, പകലായപ്പോൾ നേരം വെളുത്തപ്പം പടച്ചവനെ എന്തൊക്കെയാണ് ഇന്നത്തെ ദിവസം, പകലാവുമ്പം നമുക്കൊരു വെപ്രാളം, ബേജാറ്, അല്ലേ? അള്ളാഹു പറയാണ്, അങ്ങനത്തെ പകലിലും നിൻ്റെ ഏറ്റവും അടുത്ത ബന്ധുക്കളും 1-2 ദിവസമൊക്കെ കഴിയുമ്പോൾ വിട്ടിട്ട് പോയാലും, നിൻ്റെ ഏറ്റവും അടുത്ത ആളുകൾ നിൻ്റെ അരികിൽ നിന്നും അകന്നു പോയാലും, അത് രാത്രിയാവട്ടെ പകലാകട്ടെ, ആ പകലിനെയും രാത്രിയും ഒക്കെ സത്യം ചെയ്തുകൊണ്ട് ഞാൻ പറയുന്നു, മാ വദ്ദഅക റബ്ബുക വമാ ഖലാ. മാ വദ്ദഅക റബ്ബുക വമാ ഖലാ. ഇല്ല, നിൻ്റെ റബ്ബ് നിന്നെ ഒഴിവാക്കിയിട്ട് പോവില്ല. മാ വദ്ദഅക റബ്ബുക. അല്ലാഹു ഖുർആൻ മനസ്സിലാക്കാൻ നമുക്ക് തൗഫീഖ് തരുമാറാകട്ടെ. മാ വദ്ദഅക റബ്ബുക വമാ ഖലാ വലൽ ആഖിറതു ഖൈറുൽ ലക മിനൽ ഊലാ. ഒരു പക്ഷേ വരാൻ പോകുന്ന ഭാവി ഇതിനേക്കാളും നന്മയോടുകൂടി ഉയർന്ന നിലയിൽ, അനുഗ്രഹീതവും സന്തുഷ്ടവുമായ നിലയിൽ നിനക്ക് വേണ്ടി നിന്റെ രക്ഷിതാവ് നിശ്ചയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നീ ബേജാറൊന്നും ആവണ്ട. ഇതാരോടാ പറയുന്നത്? നമ്മളുടെ ഹബീബായ മുത്തായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട്. ഏത് സാഹചര്യത്തിൽ പ്രിയപ്പെട്ടവരെ? ഉറ്റവരും ഉടയവരും നാട്ടുകാരും ബന്ധുമിത്രാദികളും തനിക്ക് സഹായം ചെയ്യുമെന്ന് വിചാരിച്ച ഏറ്റവും അടുത്ത ആളുകളും ഒക്കെ കൈയൊഴിഞ്ഞിട്ട് ഒറ്റപ്പെട്ടവരായി നമ്മളുടെ ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ബേജാറിൻ്റെ നടുക്കയത്തിൽ നിൽക്കുമ്പോൾ രക്ഷിതാവ് പറഞ്ഞ ആശ്വാസത്തിൻ്റെ വാക്കുകളാണ്. ഉലൈക അലൈഹിം സലവാത്തും മിർ റബ്ബിഹിം വറഹ്മ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥവും ആശയവും ആഴവും ഒക്കെ നമ്മൾ ഇങ്ങനെ മനസ്സിലാക്കണം. നമ്മൾ അറിയാതെ നമ്മുടെ രക്ഷിതാവ് നമ്മുടെ തോളിൽ തട്ടി ആശ്വസിപ്പിക്കുന്നുണ്ട്. നീ ബേജാറൊന്നും ആവണ്ട, നീ വിഷമിക്കൊന്നും വേണ്ട. അള്ളാഹു പറയാം ഉലൈക അലൈഹിം സലവാത്തും മിർ റബ്ബിഹിം വറഹ്മ വഉലൈക ഹുമുൽ മുഹ്തദൂൻ. അവരാണ് നേർമാർഗം സിദ്ധിച്ചവർ. അല്ലാതെ ഒരു ചെറിയ വിഷമം വരുമ്പോഴേ, ചെറിയ വിഷമമല്ല, വലിയ വിഷമം വരുമ്പോഴേക്ക് മനസ്സ് പാളിപ്പോകുന്നവർ, പതറിപ്പോകുന്നവർ, പാടില്ലാത്ത വർത്തമാനം പറയുന്നവർ, അവരല്ല ഹിദായത്ത് പ്രാപിച്ചവർ. ഈ നിലയിൽ അള്ളാഹുവിൽ വിശ്വസിക്കുകയും സബ്ർ ചെയ്യുകയും ചെയ്ത ഭാഗ്യവാന്മാരാണ് ഹിദായത്ത് സിദ്ധിച്ചവർ എന്ന് ഖുർആൻ പറഞ്ഞു. സൂറത്തുൽ ബഖറയിലാണ് ഈ വചനങ്ങളുള്ളത്.